നമസ്കാരം. ആധുനിക വൈദ്യശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ആരോഗ്യവത്തായ കോശങ്ങളെ നശിപ്പിക്കാതെ എങ്ങനെ അർബുദ കോശങ്ങളെ മാത്രം ഇല്ലാതാക്കാം എന്നതാണ്. കീമോതെറാപ്പി പോലെയുള്ള പരമ്പരാഗത ചികിത്സാ രീതികൾ ശരീരത്തിലെ രോഗബാധിതമായ കോശങ്ങൾക്കൊപ്പം നല്ല കോശങ്ങളെയും നശിപ്പിക്കുന്നത് രോഗികളിൽ കടുത്ത പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സ്വിറ്റ്സർലൻഡിലെ ജനീവ സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് DNA മരുന്നുകൾ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്രിമമായി നിർമ്മിച്ച DNA സ്ട്രാൻഡുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഒരു കമ്പ്യൂട്ടറിനെ പോലെ ചിന്തിക്കുകയും അർബുദ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെ മാത്രം മരുന്ന് എത്തിക്കുകയും ചെയ്യുന്നു. നെതർ ബയോടെക്നോളജി എന്ന പ്രമുഖ ശാസ്ത്രമാസികയിൽ പ്രസിദ്ധീകരിച്ച ഈ കണ്ടെത്തൽ അർബുദ ചികിത്സയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. നിലവിൽ അർബുദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ഡ്രഗ് കോൺജുഗേറ്റുകൾ പോലെയുള്ള സംവിധാനങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അവയുടെ വലിയ വലിപ്പം കാരണം ട്യൂമറുകൾക്കുള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ അവയ്ക്ക് പ്രയാസമാണ്. കൂടാതെ അവ വഹിക്കുന്ന മരുന്നിൻ്റെ അളവും പരിമിതമാണ്. ഈ പോരായ്മകൾ പരിഹരിക്കാനാണ് DNA അധിഷ്ഠിത മരുന്നുകൾ ഗവേഷകർ വികസിപ്പിച്ചത്. ഇവ ആൻറ്റിബോഡികളെക്കാൾ വളരെ ചെറുതായതിനാൽ ശരീരത്തിലെ കോശങ്ങൾക്കിടയിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കുവാനും ട്യൂമറുകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനും സാധിക്കും. ഒന്നിലധികം ഘടകങ്ങളെ ഒരേ സമയം വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ DNA സ്ട്രാൻഡുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ചികിത്സയുടെ ഫലപ്രാപ്തി വർദ്ധിക്കുന്നു. ഈ പുതിയ ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ 2 കീ അഥവാ 2 താക്കോലുകൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ ക്രമീകരണമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഒരു കോശത്തിൽ 2 പ്രത്യേകതരം അർബുദ മാർക്കറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്ന് സജീവമാക്കുകയുള്ളൂ. DNA സ്ട്രാൻഡുകൾ ഈ 2 മാർക്കറുകളെയും ഒരേ സമയം തിരിച്ചറിയുമ്പോൾ അവ അവിടെ വെച്ച് കൂടിച്ചേരുകയും ഒരു ശൃംഖല പ്രതിപ്രവർത്തനത്തിലൂടെ മരുന്ന് പുറത്തുവിടുകയും ചെയ്യുന്നു. കോശത്തിൽ ഒരു മാർക്കർ മാത്രമേ ഉള്ളൂ എങ്കിൽ മരുന്ന് സജീവമാകില്ല. ഇത്തരത്തിൽ അർബുദ കോശങ്ങളെയും ആരോഗ്യവത്തായ കോശങ്ങളെയും കൃത്യമായി വേർതിരിച്ചറിയുവാൻ ഈ സ്മാർട്ട് മരുന്നുകൾക്ക് സാധിക്കുന്നു. ലബോറട്ടറിയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ സംവിധാനം വലിയ വിജയമാണെന്ന് തെളിഞ്ഞതാണ്. സമീപത്തുള്ള നല്ല കോശങ്ങളെ ബാധിക്കാതെ തന്നെ അർബുദ കോശങ്ങളെ നശിപ്പിക്കുവാൻ ഇതിന് സാധിച്ചു. ഒന്നിലധികം മരുന്നുകൾ ഒരേ സമയം ഈ സംവിധാനത്തിലൂടെ നൽകാൻ കഴിയുമെന്നത് ചികിത്സയോടുള്ള പ്രതിരോധം മറികടക്കാൻ സഹായിക്കും. ഒരു കമ്പ്യൂട്ടർ ലോജിക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മരുന്നുകളെ പ്രോഗ്രാമബിൾ മെഡിസിൻ എന്നാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. ജീവശാസ്ത്രപരമായ സൂചനകളോട് ബുദ്ധിപരമായി പ്രതികരിക്കാൻ മരുന്നിന് തന്നെ കഴിയുന്നു എന്നത് വൈദ്യശാസ്ത്രത്തിലെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്. ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ ലോജിക് പ്രവർത്തനങ്ങൾ ഈ DNA മരുന്നുകളിൽ ഉൾപ്പെടുത്താനാണ് ഗവേഷകർ ലക്ഷ്യമിടുന്നത്. ഓരോ രോഗികളുടെയും ജനിതക പ്രത്യേകതകൾക്കനുസരിച്ച് മരുന്നിൻ്റെ പ്രവർത്തനം ക്രമീകരിക്കുവാൻ ഇതിലൂടെ സാധിക്കും. പാർശ്വഫലങ്ങൾ കുറയ്ക്കുവാനും ചികിത്സാഫലം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഈ സ്മാർട്ട് മരുന്നുകൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ അഥവാ വ്യക്തിഗത ചികിത്സാ രീതിയിൽ പുതിയ വ്യാധാനങ്ങൾ തുറക്കും. ഡോക്ടർമാർക്ക് രോഗനിർണയത്തിലും ചികിത്സയിലും കൂടുതൽ നിയന്ത്രണവും കൃത്യതയും നൽകുവാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. സ്വിസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ പിന്തുണയോടെ നടന്ന ഈ ഗവേഷണം അർബുദത്തിന് പുറമെ മറ്റ് പല മാരക രോഗങ്ങളുടെയും ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് ഉറപ്പായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.